ഖുശാംദീദ് ബച്ചോ, ഇന്നത്തെ വീഡിയോയിൽ ആവോ മിൽക്കർ ഖേലെ എന്ന പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ സർഗർമികൾ ചെയ്തു തുടങ്ങാം. നോക്കൂ, ബച്ചോ നസ്മ് ആവോ മിൽക്കർ ഖേലെ തരന്നം കെ സാത്ത് മിൽക്കർ ഗായി. എന്താ പറഞ്ഞത്? കുട്ടികളെ, നസ്മ് അല്ലേ, ആവോ മിൽക്കർ ഖേലേം എന്നുള്ള നസ്മ് അല്ലെങ്കിൽ പദ്യം എന്ത് ചെയ്യണം? തറന്നം കെ സാത്ത് മിൽക്കർ ഗായി, രീതിയോടുകൂടെ ഒരുമിച്ച് പാടാം. അപ്പം നിങ്ങൾ പാടിയിട്ടുണ്ടാവുമല്ലോ. ഇനി അടുത്തത്, ബച്ചോ നസ്മ് ആവോ മിൽക്കർ ഖേലേം ഔർ സേ പഠിയും. നിങ്ങളോട് എന്താ പറഞ്ഞത്? ആവോ മിൽക്കർ ഖേലേം എന്നുള്ള നസ്മ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് വായിക്കുക. എന്നിട്ടോ ഇസ്മേ ചന്ദ് ഖേലോം കെ നാം ആയേ ഹേ വഹ് ചുൻകർ ലിഖിയേ. എന്ത് ചെയ്യണം? അതിൽ കുറച്ച് കേലുകൾ തന്നിട്ടുണ്ട്. കേലുകളുടെ പേര്, കളികളുടെ പേര് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പേരുകൾ വന്നിട്ടുണ്ട്. ആയേ ഹേ എന്ന് പറഞ്ഞാൽ വന്നിട്ടുണ്ട്. വഹ് ചുൻകർ ലിഖിയേ, അവ തിരഞ്ഞെടുത്ത് എഴുതുക. ഇവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, ചുപ്പാ ചുപ്പി. നമുക്ക് ആ വരി ഓർമ്മയില്ലേ? ചുപ്പാ ചുപ്പി മിൽക്കർ ഖേലി അല്ലേ? അപ്പോൾ അത്. ഇനി ഏതൊക്കെയാണ് തന്നിട്ടുള്ളത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആവോ ബച്ചോ മിൽക്കർ ഖേലെ, പിന്നെന്താ? ആങ്ക് മച്ചോലി മിൽക്കർ കേലെ. ആങ്ക് മച്ചോലി ഒരു കളിയാണ് അല്ലേ? ക്രിക്കറ്റ് കേലയും ഫുട്ബോൾ കേലയും. ക്രിക്കറ്റ്, ഫുട്ബോൾ, അതുപോലെ തന്നെ ഇവിടെ ഹോക്കി ഉണ്ട്, കബഡി ഉണ്ട് അല്ലേ? അപ്പോൾ ഇത്രയും കളികളുടെ പേരൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാമല്ലോ. ഒന്ന് ക്രിക്കറ്റ്, ഫുട്ബോൾ, കബഡി, ഹോക്കി, ആങ്ക് മച്ചോലി. അപ്പോൾ ഇതെല്ലാം കളികളാണ്. അപ്പോൾ ഈ പ്രവർത്തനം കഴിഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചവരാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ കിട്ടും. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. അടുത്ത പ്രവർത്തനം ഇതാണ്, നോക്കൂ. നീച്ചെ ചന്ദ് ഖേൽ ഓർ ഖേൽ കെ ആലാത് കെ നാം ഹേ ഉൻകോ ജോഡ് കർ ലിഖിയേ. ഇവിടെ 2 കോളം തന്നിട്ടുണ്ട് അല്ലേ? താഴെ കുറച്ച് കളികളും കളി ഉപകരണങ്ങളും, കളിക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഉണ്ടാവുമല്ലോ, അതിൻ്റെയും പേരുകൾ തന്നിട്ടുണ്ട്. ഉൻകോ ജോഡ് കർ ലിഖിയേ, അതിനെ യോജിപ്പിച്ച് എഴുതണം. അപ്പോൾ ഇവിടെ 2 കോളത്തിലായിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ യോജിപ്പിച്ച് എഴുതണം. ആദ്യം ഇത് വായിച്ചു നോക്കാം. ഏതാണ് കളി? ഫുട്ബോളാണ് അല്ലേ? ഇതെന്താ? ഫുട്ബോളാണ്. അടുത്തത് ഇവിടെ ഹോക്കിയാണ്, ഇവിടെ ക്രിക്കറ്റ് ഉണ്ട്, ഇവിടെ ഷട്ടിലുണ്ട്. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് വായിക്കാം. ഷട്ടിൽ ബാറ്റ്, ബല്ല, ഗേന്ദ്, ഹോക്കി സ്റ്റിക്ക്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? നോക്കൂ, ഷട്ടിൽ ബാറ്റ്, ഹോക്കി സ്റ്റിക്ക്, വളരെ എളുപ്പത്തിൽ. ഇനി ക്രിക്കറ്റും ഫുട്ബോളും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും വളരെ സിമ്പിളല്ലേ? ക്രിക്കറ്റ് എന്തുകൊണ്ടാണ് കളിക്കുക? ബാറ്റ് കൊണ്ട് കളിക്കുന്നു. ഫുട്ബോൾ ആണെന്നുണ്ടെങ്കിലോ പന്ത് അല്ലേ, ബോൾ കൊണ്ട് കളിക്കുന്നു. അതുപോലെ തന്നെ ഹോക്കി സ്റ്റിക്കാണ്. ഷട്ടിൽ ബാറ്റാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലേ? ഉണ്ട് അല്ലേ? അപ്പോൾ ഓക്കെ. അപ്പോൾ ഈ പ്രവർത്തനം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫുട്ബോളിൻ്റെ ആലാത്ത് ഏതാ? ഗേന്താണ്. ഹോക്കി സ്റ്റിക്ക്, ക്രിക്കറ്റ്, ബല്ല, ഷട്ടിൽ ബാറ്റ്. ഇനി ഇത് വെച്ചിട്ടാണ് ബാക്കി പ്രവർത്തനം കേട്ടോ. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. നോക്കാം. നോക്കൂ, ഇതിലെന്താ പറഞ്ഞിരിക്കണേ? മിസാൽ കെ മുതാബിക് ജുംലെ ലിഖിയേ. എന്നുവെച്ചാൽ താഴെ ഒരു മിസാൽ, ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് ജുംല തയ്യാറാക്കണം. അപ്പോൾ നമ്മളിപ്പോൾ മുകളിൽ പറഞ്ഞില്ലേ, ആ കളി ഉപകരണങ്ങളും ഓർത്ത് വയ്ക്കാൻ, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണ് കേട്ടോ. ജെയ്സെ ഏതുപോലെയാണ്? ഇവിടെ കൊടുത്തിട്ടുണ്ട്, എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ബല്ലേ സേ ക്രിക്കറ്റ് കേൽത്തേ ഹെ. ബല്ല ബാറ്റ് കൊണ്ട് ക്രിക്കറ്റ് കളിക്കുന്നു. അപ്പോൾ ക്രിക്കറ്റിൻ്റെ ആലാത്തുമാണ് അല്ലേ കൊടുത്തിട്ടുള്ളത്. ക്രിക്കറ്റിന് കളിക്കുന്ന ഉപകരണമാണ് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുട്ബോളിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതും? ഫുട്ബോൾ എന്തുമായി ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കളിക്കുന്നത്? ഗേന്ദ് സേ ഫുട്ബോൾ ഖേൽത്തേ ഹെ. ഗേന്ദ് സേ ഫുട്ബോൾ ഖേൽത്തേ ഹെ. ഓക്കെ. ഇനി ഹോക്കി ആണെങ്കിലോ? ഹോക്കി എന്തുകൊണ്ടാണ് കളിക്കുന്നത്? ഹോക്കി സ്റ്റിക്ക് അല്ലേ? ഹോക്കി സ്റ്റിക്ക് സേ ഹോക്കി ഖേൽത്തേ ഹെ.
ഇനി അതിൽ കളി ഏതായിരുന്നു അടുത്തത്? ഷട്ടിലായിരുന്നു. അപ്പോൾ നമ്മൾ ഷട്ടിൽ ബാറ്റ് അല്ലേ, ഷട്ടിൽ ബാറ്റ് സേ ഷട്ടിൽ കേൽത്തേ ഹേ. അപ്പോൾ വളരെ എളുപ്പമാണ് അല്ലേ. ആദ്യം കളി ഉപകരണങ്ങളാണ് കൊടുത്തത്, പിന്നെ കളിയുടെ പേര്. എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് മറക്കരുത്. ആദ്യം കളി ഉപകരണം, പിന്നെയാണ് എന്ത്? കളിയുടെ പേര്. ഓക്കെ. അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത പ്രവർത്തനം നോക്കാം. അടുത്ത പ്രവർത്തനം നോക്കൂ. ബച്ചോ കബഡി കെ ബാരെ മേ നീച്ചെ ചന്ദ് ജുംലെ ദിയേ ഹേ ഔർ സേ പഠിയെ. എന്താ പറഞ്ഞത്? കുട്ടികളെ, കബഡിയെക്കുറിച്ച് താഴെ കുറച്ച് ജുംല തന്നിട്ടുണ്ട്, ശ്രദ്ധയോടെ വായിക്കൂ. അപ്പോൾ കബഡി കളി നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഇല്ലേ? കബഡി കളി കണ്ടിട്ടുണ്ട് അല്ലേ? ഇങ്ങനെ തന്നെയാണ്. 2 ടീമാണ് ഉണ്ടാവുക. ആ 2 ടീമിലെയും ആളുകൾ എന്ത് ചെയ്യും? അടുത്ത ടീമിൻ്റെ ഇവിടെ കണ്ടില്ലേ ഈ ഒരു ലൈന്, ഈ ലൈനിൻ്റെ അപ്പുറത്തേക്ക് വരും. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവരെ തൊട്ടിട്ട് തിരിച്ചു പോകണം. ഈ ടീമിലെ ആൾ ഇങ്ങോട്ട് വന്നതാണ്, എതിർ ടീമിൻ്റെ കോർട്ടിലേക്ക് വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ ആ സ്ഥലത്തേക്ക് വന്നു അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യാണ്? ഇവരെ തൊട്ടിട്ട് തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. ആ സമയത്ത് ഇവരിവിടെ പിടിച്ചു. ഇനി ഇവരെ പിടിച്ചിട്ടുണ്ടെങ്കിലും ഈ ലൈനിൽ തൊട്ട് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഈ ടീം ജയിക്കും അല്ലേ. അതല്ല ഇവരെല്ലാവരും കൂടെ ചേർത്ത് ഇവരെ കീഴ്പ്പെടുത്തി ഇവിടെ തന്നെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇവരിവിടെ ഔട്ടാകും. നല്ല കളിയാണ് അല്ലേ. കബഡി 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 ഇങ്ങനെ പറഞ്ഞാണ് കളിക്കുക. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അപ്പോൾ കബഡിയെക്കുറിച്ചുള്ള കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കൂ. കബഡി ഏക് അച്ഛാ കേൽ ഹേ. കബഡി ഏക് അച്ഛാ കേൽ ഹേ. കബഡി ഏക്ക് എന്ന് പറഞ്ഞാൽ ഒരു, അല്ലെങ്കിൽ ഒന്ന് എന്നൊക്കെ പറയും. ഒരു നല്ല കളിയാണ്. നല്ല കളിയല്ലേ? ആണ്. പിന്നെ ഈ മൈതാൻ മേ ഖേൽത്തേ ഹേ. ഇത് എവിടെയാണ് കളിക്കുന്നത്? വീട്ടിലാണോ കളിക്കുക? അല്ല. എവിടെയാണ്? ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ മൈതാനത്താണ് കളിക്കുന്നത്. ഇത് മൈതാൻ മേ ഖേൽത്തേ ഹേ. മൈതാനത്ത് കളിക്കുന്നു. 2 ടീം ബൻകർ കബഡി ഖേൽത്തേ ഹേ. 2 ടീമായിട്ടാണ് കബഡി കളിക്കുന്നത്. ഏക് ടീമേ 7 ഖിലാഡി ഹോത്തേ ഹേ. ഒരു ടീമിൽ 7 കളിക്കാർ, ഖിലാഡി എന്ന് പറഞ്ഞാൽ കളിക്കാർ ഉണ്ടാവുന്നു. അപ്പോൾ കബഡിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എന്തായിരിക്കും ചെയ്യേണ്ടി വരിക? നമുക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? എന്താണ്? അതെ, കളിയെക്കുറിച്ചുള്ള ജുംല തയ്യാറാക്കൽ തന്നെയായിരിക്കും. നോക്കൂ, അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ബച്ചോ അപ്നെ പസന്ദീദാ ഖേൽ കെ ബാരെ മേ ലിഖിയെ. കുട്ടികളെ, നിങ്ങൾക്കിഷ്ടപ്പെട്ട കളിയെക്കുറിച്ച് എഴുതൂ. നിങ്ങൾക്കിഷ്ടപ്പെട്ട കളി ഏതാ? പലർക്കും പലതായിരിക്കും. ഫുട്ബോൾ ആയിരിക്കും, ക്രിക്കറ്റ് ആയിരിക്കും അല്ലേ, ആങ്ക് മച്ചോലി ആയിരിക്കാം, ചുപ്പാ ചുപ്പി ആയിരിക്കാം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിതുപോലെ ഫുട്ബോളിനെ കുറിച്ചൊന്ന് എഴുതാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഫുട്ബോളിനെ കുറിച്ച് എഴുതാം. നോക്കൂ. ഫുട്ബോൾ ഏക് അച്ഛാ ഖേൽ ഹേ. പിന്നെന്താണ് എഴുതേണ്ടത്? ഫുട്ബോൾ എന്തുകൊണ്ടാണ് കളിക്കുന്നത്? ഗേന്ത് കൊണ്ടാണ് കളിക്കുന്നത്. അത് എഴുതാം നമുക്ക് കേട്ടോ. ഗേന്ത് സേ ഫുട്ബോൾ ഖേൽത്തേ ഹേ. പിന്നെയോ? ഫുട്ബോൾ മൈതാൻ മേ ഖേൽത്തേ ഹേ. പിന്നെന്താണ്? 2 ടീം, 2 ടീം വേണം അല്ലേ. 2 ടീം ബൻകർ ഫുട്ബോൾ ഖേൽത്തേ ഹേ. പിന്നെയോ? ഒരു ടീമിൽ എത്ര പേരുണ്ടാവും? ഏക്ക് ടീമേ 7 ആവാം, 11 ആവാം, 9 ആവാം അല്ലേ. ഏക്ക് ടീമേ നമുക്ക് സാധാരണ 11 ആണ് ഉണ്ടാവുക. അത് എഴുതാം. 11 11 ഖിലാഡി ഹോത്തേ ഹേ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഫുട്ബോളിനെ കുറിച്ച് എഴുതിയിട്ടുള്ളത്. നമുക്കിനി ക്രിക്കറ്റിനെ കുറിച്ചോ അതുപോലെ തന്നെ ഹോക്കിയെക്കുറിച്ചോ ഒക്കെ എഴുതാം ഇതുപോലെ. ഓക്കെ. അപ്പോൾ വളരെ എളുപ്പമായിട്ടാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്. ആകെ നമുക്ക് ഇനി ക്രിക്കറ്റിനെ കുറിച്ചാണ് നമ്മൾ എഴുതണമെങ്കിൽ എങ്ങനെ എഴുതും? ഈ ഫുട്ബോൾ മാറ്റി ക്രിക്കറ്റ് ആക്കുന്നു. ക്രിക്കറ്റ് ഏക്ക് അച്ഛാ ഖേൽ ഹേ. പിന്നെ ക്രിക്കറ്റ് എന്തുകൊണ്ടാണ് കളിക്കുന്നത്? ബല്ല സേ ക്രിക്കറ്റ് ഖേൽത്തേ ഹേ.
പിന്നെയോ ക്രിക്കറ്റ് मैदान में खेलते हैं 2 टीम बनकर क्रिക്കറ്റ് खेलते हैं एक टीम में 11 खिलाड़ी होते हैं ഇനിയിപ്പോൾ ഹോക്കിയെക്കുറിച്ചാണെങ്കിലോ ഹോക്കി एक अच्छा खेल है हॉकी स्टिक से हॉकी खेलते हैं പിന്നെ हॉकी मैदान में खेलते हैं 2 टीम बनकर हॉकी खेलते हैं പിന്നെയോ एक टीम में എത്രയാണ് 6 ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഹോക്കിയിൽ എത്ര കിലാടി ഹോത്തേ ഹെ 6 ആണെന്ന് തോന്നുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഉറപ്പ് വരുത്തണേ. പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത സർഗർമ്മി കൂടെ നോക്കാം. ഇനി അടുത്തത് എന്താ? അടുത്തത് ഇവിടെ എന്തൊക്കെയാണ് കാണണേ അല്ലേ? നോക്കൂ, പല്ല് കാണുന്നുണ്ട്, മൂക്ക്, അതുപോലെ തന്നെ കണ്ണ്, ചെവിയൊക്കെ കാണുന്നുണ്ട് അല്ലേ? അപ്പം എന്തായിരിക്കും? ഇതൊക്കെ നമ്മുടെ അവയവങ്ങളുടെ പേരൊക്കെ നമുക്ക് ഉറുദുവിൽ പഠിക്കാനുള്ള ഒരു അവസരമാണ് തന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ നോക്കാം. പിന്നെ ഇവിടെ കുറച്ച് ഡാഷൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്താണ് നമുക്ക് വേഗം നോക്കാം. നോക്കൂ, തസ്വീർ കി മദദ് സേ ജുംലെ മുക്കമ്മൽ കീജിയെ. എന്താ പറഞ്ഞത്? ചിത്രത്തിൻ്റെ സഹായത്താൽ, തസ്വീറിൻ്റെ സഹായത്താൽ ജുംല പൂർത്തിയാക്കുക. നോക്കാം അല്ലേ? എന്തൊക്കെയാണ്? ഇതെന്താ? പല്ലാണ്. പല്ലിനെ നമ്മൾ പറയാം ദാന്ത്. എന്താണ്? ദാന്ത്. ഇനി നാക്കിനെ വളരെ സിമ്പിളാണ് കേട്ടോ. മൂക്കിനെ പറയാൻ നാക്ക് എന്നാണ്. കണ്ടോ, മൂക്കിന് എന്താ പറയുന്നത്? നാക്ക്. വളരെ സിമ്പിളല്ലേ? ഇനി കണ്ണിനെ നമുക്ക് എന്താ പറയാൻ പറ്റുക? ആങ്ക്. ഉറുദുവിൽ പറയുന്നത് ആങ്കാണ്. അതുപോലെ തന്നെ ചെവിയെ പറയുന്നത് കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഓക്കെ, ഈ മൂക്കും നാക്കും അല്ലേ? അത് വളരെ സിമ്പിളായി നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ആങ്ക് മച്ചോലി എന്നുള്ള കളി ഓർത്തു കഴിഞ്ഞാൽ ആങ്ക് കിട്ടുന്നുണ്ട്. പിന്നെ അത് കാന്, അതുപോലെ തന്നെ ദാന്ത്. ഇനി നമുക്ക് നോക്കാം എന്താണ് നമ്മൾക്ക് പൂർത്തിയാക്കേണ്ടതെന്ന്. നോക്കൂ, ഹം ഡാഷ് സേ സുൻതേ ഹേ. ഹം ഡാഷ് സേ സുൻതേ ഹേ. സുൻതേ ഹേ എന്ന് പറഞ്ഞാൽ കേൾക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ കേൾക്കുന്നത്? സുൻതേ ഹേ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നു. എന്തുകൊണ്ടാണ് കേൾക്കുന്നത്? യെസ്, കാനുകൊണ്ടാണ്, ചെവി കൊണ്ടാണ്. അപ്പോൾ നമ്മളിവിടെ എന്താ എഴുതുക? ഹം കാൻ സേ സുൻതേ ഹേ. ഇനി അടുത്തത് ഹം ഡാഷ് സേ ദേഖ്തേ ഹേ. നമ്മൾ ഡാഷ് കൊണ്ട് കാണുന്നു. അപ്പോൾ എന്താണ്? ഹം ആങ്ക് സേ ദേഖ്തേ ഹേ. ഇനി ഹം ഡാഷ് സേ ചബാത്തേ ഹേ. നമ്മൾ ഡാഷ് കൊണ്ട് ചവയ്ക്കുന്നു എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ചവയ്ക്കുന്നത്? ഹം ദാന്ത് സേ ചബാത്തേ ഹേ. അടുത്തത് ഹം ഡാഷ് സേ സൂങ്ക്തേ ഹേ. നമ്മൾ ഡാഷ് കൊണ്ട് ശ്വസിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം എന്താണത്? നമുക്ക് എന്താ എഴുതാം? നാക്ക്. ഓക്കെ, അപ്പോൾ ഈ സുൻതേ ഹേ, ദേഖ്തേ ഹേ, ചബാത്തേ ഹേ, സൂങ്ക്തേ ഹേ എന്നൊക്കെയുള്ള വാക്കുകൾ പഠിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ അവയവങ്ങളുടെ പേരും പഠിക്കുക. ഓക്കെ, നമുക്ക് നമ്മുടെ അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം. അടുത്തൊരു പ്രവർത്തനത്തോടുകൂടെ ഈ പാഠഭാഗത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും കഴിയാണ് കേട്ടോ. ഇവിടെ നോക്കൂ, ഇവിടെ എന്താ കാണുന്നത്? ഒരു പേട് കാണുന്നുണ്ട് അല്ലേ? ഈ പേടിന് എന്താ പ്രത്യേകത? പേടുണ്ടാക്കിയിരിക്കുന്നത് പേടിലെ ഇലകളല്ല അല്ലേ? പേടിൽ എന്താണുള്ളത്? ഇത് എന്താ അക്ഷരങ്ങളാണ്? നമ്മുടെ ഉറുദു അക്ഷരമാലകൾ. ഉറുദു അക്ഷരമാലകളാണ് ഈ മരത്തിലെ ഇലകളും ചില്ലകളും എന്നൊക്കെ പറയുന്നത് അല്ലേ? അപ്പോൾ ഇതെന്താ? ശരിക്കും ഒരു അക്ഷരമരമാണിത് അല്ലേ? അക്ഷരമരം. നോക്കാം എന്താണ് പറഞ്ഞിരിക്കുന്നത്. ബച്ചോ ഉറുദു ഹുറൂഫ് കാ പേഡ് ദേഖിയെ. എന്താ പറയണത്? കുട്ടികളെ ഉറുദു അക്ഷരങ്ങളെ കൊണ്ടുള്ള പേട് അല്ലെങ്കിൽ ഉറുദു അക്ഷരമരം നോക്കൂ. ഉൻ ഹുറൂഫ് കോ ജോഡ് കർ അൽഫാസ് ബനായി. ഈ ഹുറൂഫുകൾ, ഈ അക്ഷരങ്ങൾ യോജിപ്പിച്ചിട്ട് വാക്കുകൾ ഉണ്ടാക്കൂ. അവർ ഉൻകി മദദ് സേ ജുംലയിലേക്ക്. എന്നിട്ടോ ആ വാക്കുകൾ കൊണ്ട് ജുംല തയ്യാറാക്കുക. അപ്പോൾ ഹുറൂഫ് അക്ഷരങ്ങൾ യോജിപ്പിച്ച് വാക്കുകൾ ഉണ്ടാക്കണം. വാക്കുകളെ കൊണ്ട് നമ്മൾ ജുംലയും തയ്യാറാക്കണം. അപ്പോൾ ഇതാ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ടെലിവിഷന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഏതൊക്കെ അക്ഷരങ്ങൾ ചേർത്തിട്ടാണ്? ടേ, ഏ, അതുപോലെ തന്നെ ലാമ്, പിന്നെ വീണ്ടും ഏ ചേർത്തിട്ടുണ്ട്, പിന്നെ വാവ്, പിന്നെ ഷേ അല്ലേ, നൂന്, ഇത്രയും ചേർത്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ഇതുപോലെയുള്ള അക്ഷരങ്ങൾ ചേർത്തിട്ട് വാക്കുകൾ ഉണ്ടാക്കാൻ പറ്റില്ലേ? നമ്മൾ എത്ര വാക്കുകളാണ് പഠിച്ചത് അല്ലേ? നോക്കൂ, നമുക്ക് ഒന്ന് തയ്യാറാക്കി നോക്കാം. ഞാനിപ്പോൾ ജീമ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ജീമ്, വാവ്, പിന്നെ തേ, അലിഫ് ചേർത്തിട്ട് നമുക്ക് എന്തുണ്ടാക്കാം? ജൂത്ത പഠിച്ചിട്ടില്ലേ? അതുപോലെ തന്നെ നമുക്ക് തിത്തലി ഉണ്ടാക്കാൻ പറ്റും ഇല്ലേ? ഇതിൽ ഉണ്ട്, തിത്തലി ഉണ്ട്. പിന്നെ കിതാബ് ഉണ്ടാക്കാം,
കിതാബ് അക്ഷരങ്ങൾ അതിലുണ്ട്. കലമുണ്ട്, കണ്ടില്ലേ, ഇതാ കാഫുണ്ട്, ഇതുപോലെ തന്നെ ലാമുണ്ട്, മീമുണ്ട്. പിന്നെ എന്തൊക്കെ എഴുതാം? ഇപ്പോൾ നമ്മൾ പഠിച്ച ഖാൻ എഴുതാം. കാഫ്, അലിഫ്, നൂന് ചേർത്ത് കഴിഞ്ഞാൽ ഖാൻ എഴുതാം. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇവ ഉപയോഗിച്ചിട്ട് വാക്കുകൾ ഉണ്ടാക്കാം. ഇനി ഇതിൻ്റെ ജുംല എങ്ങനെ തയ്യാറാക്കേണ്ടത് നോക്കാം. ഇങ്ങനെയാണ് ജുംല തയ്യാറാക്കേണ്ടത്. വളരെ സിമ്പിളാണ് കേട്ടോ. ടെലിവിഷൻ ഹേ, അവിടെ വാക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ടെലിവിഷനാണ്. ഇനിയിപ്പോൾ നമ്മൾ കിതാബാണെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതും? കിതാബ് ഹേ, കിതാബ് ഹേ. ഇനി കലമാണെന്നുണ്ടെങ്കിൽ കലം ഹേ. ഇനിയിപ്പോൾ തിത്തലിയാണെങ്കിൽ തിത്തലി ഹേ. നമ്മൾ കണ്ടുപിടിക്കുന്ന വാക്കുകൾ വെച്ച് ഇതുപോലെ ചെറിയ ചെറിയ ജുംലയും തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ ഇതോടുകൂടെ നമുക്ക് ഈ പാഠഭാഗത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും വൃത്തിയായി പഠിക്കുക. ബാക്കിയുള്ള ഹുറൂഫുകൾ ചേർത്തിട്ട് ഒരുപാട് വാക്കുകൾ കണ്ടുപിടിക്കുക. അതുപോലെ ആ കണ്ടുപിടിച്ച വാക്കുകളൊക്കെ വെച്ച് ഇതുപോലെയുള്ള ജുംലയും തയ്യാറാക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ എക്സാം പ്രിപ്പറേഷൻ വീഡിയോയുമായിട്ട് കാണാം. ഹുദാ ഹാഫിസ്. എക്സാം പ്രിപ്പറേഷന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പാഠഭാഗങ്ങളൊക്കെ നന്നായി വൃത്തിയായി കണ്ട് മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. എങ്കിൽ മാത്രമാണ് നമുക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഹുദാ ഹാഫിസ്.